കേരളത്തിലെ 14 ജില്ലകളിലും വർക്ക് ഏറ്റെടുത്ത് നടക്കുന്ന ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനം ഈ മലപ്പുറം ജില്ലയിലെ ഈ ചെയ്ത പ്രൊജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു ബാലഗായകന് ബിൽഡിംഗ് ഡിസൈനേഴ്സിൻ്റെ പേരിൽ ഒരു വീട് നിർമ്മിച്ചു നൽകി. അതിൻ്റെ താക്കോൽദാനം ഡോക്ടർ കെ എസ് ചിത്രയാണ് നിർവഹിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് കംപ്രസ്ഡ് ബ്രിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഈ വീട് വിത്തിൻ 3 monthsൻ്റെ ഉള്ളിലാണ് പണി തീർത്തിരിക്കുന്നത്. കൂടാതെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ വളരെയധികം കളർഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ടൈൽ റൂഫാണെങ്കിലും ശരി, നമ്മൾ വീട് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് വീടിൻ്റെ അതേ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയ ഒരു വീട് എന്നുള്ളതായിരിക്കും എല്ലാവരും സങ്കല്പിക്കുക. എന്നാൽ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ചെയ്യുന്ന വീടിൻ്റെ അതേപോലെ തന്നെ ഇൻറ്റീരിയറും ഫർണിഷിങ്ങും വളരെയധികം ഭംഗിയാക്കിയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മൊത്തം ഫിനിഷിംഗ് വർക്ക് തന്നെ, അതുപോലെ തന്നെ എലിവേഷൻ സെറ്റ് ചെയ്യാനുള്ള വിക്ടോറിയൻ ശൈലിയിൽ എലിവേഷൻ സെറ്റ് ചെയ്ത് വീട് വളരെയധികം മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ മകൾ അപർണ ഷിബിൻ ആണ്. എൻ്റെ കമ്പനിയിൽ തന്നെ ഇൻറ്റീരിയർ ഡിസൈനറായി വർക്ക് ചെയ്യുന്നു. ഈ വീടിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങൾ വിശദമായി അപർണ ഷിബിൻ സംസാരിക്കുന്നതായിരിക്കും. വിക്ടോറിയൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ ചുള്ളോട്ടുപറമ്പിലാണ്. നമുക്ക് കാണാം, ഞാനിപ്പോൾ നിൽക്കുന്നത് സിറ്റൗട്ടിൻ്റെ മുന്നിലാണ്. ഇത് ചെയ്തിരിക്കുന്നത് സിമൻറ്റിൻ്റെ ചാരുപടിയിലാണ്. 2 തൂണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടേജ് കൊടുത്തിട്ടുള്ളത് ആ സൈഡിലേക്കായിട്ടാണ്. അതായത് കിഴക്കു ഭാഗത്ത് നിന്ന് സ്റ്റെപ്പുകൾ കയറുന്ന രീതിയിലാണ് അതിൻ്റെ പടികൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ പെയിൻറ്റും എല്ലാം വളരെ അട്രാക്റ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളേഴ്സ് യൂസ് ചെയ്തിട്ട്, അതേപോലെ മരത്തിൻ്റെ ഫിനിഷിംഗ് ആണ് ഇവിടെ ചാരുപടിക്ക് കൊടുത്തിട്ടുള്ളത്. സിമൻറ്റ് കൊണ്ടാണെന്നുള്ളത് തീരെ അറിയുകയില്ല. 1.5 അടിയിലാണ് അതിൻ്റെ തറ കൊടുത്തിട്ടുള്ളത്. അത് വേറൊരു തരം കളർ യൂസ് ചെയ്തിട്ട് വീടിനെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിലേക്ക് വേറൊരു കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള ചാരുപടിയിൽ എൽ ഷേപ്പിലാണ് ഇരിക്കാനുള്ള ഇരിപ്പിടം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ടൈലാണ്.
പിന്നെ അതിൽ സ്ക്വയർ ടൈപ്പിൽ 2 തൂണുകളാണ് കൊടുത്തിട്ടുള്ളത്. ടൈല് തന്നെയാണ് അതും വരുന്നത്. പിന്നീട് അതിൻ്റെ പറയുകയാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ അവിടെ സോപാനം കൊടുത്തിട്ടുണ്ട്. പടികൾ കയറി വരുന്നിടത്ത് സോപാനമാണ് കൊടുത്തിട്ടുള്ളത്. ആ അമ്പലങ്ങളുടെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിൽ സോപാനം അത് കരിങ്കല്ലിൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗായകനായതുകൊണ്ട് തന്നെ വീടിന് പേരിട്ടിട്ടുള്ളത് പല്ലവി എന്നാണ്. അപ്പോൾ അതിൻ്റെ നെയിം ബോർഡ് ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഫ്രണ്ടിൽ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മരം, അതായത് വാതിലിനും കട്ടിളയ്ക്കുമെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയാണ്. അതൊരു ഫ്രഞ്ച് സ്റ്റൈലിൽ വൈറ്റ് ഫിനിഷിങ്ങോടെയാണ് ചെയ്തിട്ടുള്ളത്. 2 പാളിയായിട്ടുള്ള വാതിലിന് സൈഡിലായിട്ട് 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയറിൽ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് 2 ബെഡ്റൂമുകളുടെയും ജനലുകളാണ്. അത് 3 പാളിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ലൈറ്റിങ്ങുകളും അതേപോലെ തന്നെ വായുവും കടക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടേജ് സാധാരണ ഇൻ്റർലോക്ക് ബ്രിക്സിന് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് പോലെയല്ല. ഫ്രണ്ട് ഞങ്ങളൊന്ന് തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന പെയിൻറ്റ് വൈൻ റെഡും ഐവറിയും ഷെയ്ഡിൽ ഡാർക്ക് കളറും ലൈറ്റ് കളറും കൂടി വരുന്ന രീതിയിൽ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ സൈഡിലായിട്ട് വീടിൻ്റെ 2 വശങ്ങളിലും ഇൻ്റർലോക്ക് ബ്രിക്സ് അതേപോലെ തന്നെ വെക്കുകയും എന്നിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ കോമ്പിനേഷൻ വെച്ച് തന്നെ. പിന്നെ ജനലുകളും വാതിലുകളും എല്ലാം വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പെയിൻറ്റിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഐവറിയാണ്, പ്യുവർ വൈറ്റ് അല്ല. റൂഫ് വരുന്നത് ട്രസ് വർക്കാണ്. GIയുടെ ട്രസ് വർക്കാണ് വരുന്നത്. അത് 20 വർഷത്തേക്ക് പെയിൻറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർക്കാണ്. ഫ്രണ്ടിൽ നിന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കോൺക്രീറ്റ് റൂഫാണെന്നുള്ളത് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിൻ്റെ വിശദമായ ഇതിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തൂവാല കൊടുത്തിട്ടുണ്ട് ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. നല്ല രീതിയിലുള്ള ഈ വീടിൻ്റെ കളറിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഓടാണ് വിരിച്ചിട്ടുള്ളത്. ഈ വീട് നിൽക്കുന്ന പ്ലോട്ട് 6 സെൻറ്റാണ്. അതിൽ 4 വശങ്ങളിലും ആവശ്യത്തിന് മുറ്റം ഒഴിച്ചിട്ട് ഇൻ്റർലോക്ക് വിരിച്ചുകൊണ്ട് തന്നെ പ്ലോട്ടിന് അനുയോജ്യമായ രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ കടക്കുന്നത് ഒരു ഹാളിലേക്കാണ്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി വരുന്ന അതിൽ ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണുന്നത് റോയൽ പ്ലൈയുടെ ഒരു പെയിൻറ് കൊടുത്തിട്ടുണ്ട്. അത് ബ്ലൂ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് സ്യൂട്ടായിട്ട് തന്നെ അവിടെ ഒരു കർട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ജനലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ലൈറ്റിംഗ് ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത്. വീടിന് സ്യൂട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഒരു 4 സീറ്റർ ഡൈനിങ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഗ്ലാസിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്.
ജിപ്സം ബോർഡിൻ്റെ ഫാൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ 4 LED ലൈറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശത്തായിട്ട് അതേ റോയൽ പ്ലൈയുടെ അതേ വരുന്ന രീതിയിൽ ഒരു ഗ്രീൻ സ്ട്രിപ്പ് LED സ്ട്രിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാള് മുഴുവനായിട്ടും ഒരേ ഒരു ഷെയ്ഡിൻ്റെ ആ റോയൽ പ്ലൈയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടേജിൽ. അതിൽ മുകളിൽ മൺചിത്രത്താഴ് മോഡലുള്ള ഒരു പൂട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്രാസിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 3 പാർട്ടായിട്ടാണ് വീട് കിടക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ വലതുഭാഗത്തായിട്ടും ഇടതുഭാഗത്തായിട്ടുമാണ് ഓരോ ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. വലതുഭാഗത്തെ ബെഡ്റൂമിൻ്റെ ബാക്കിലായിട്ടാണ് കിച്ചൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ പോർഷൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് ഉള്ളിലോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇടത് ബെഡ്റൂമിൻ്റെ ബാക്കിലേക്കായിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഈ വീടിനുള്ളത്. അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് തന്നെ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് കളറും ഡാർക്ക് കളറുമാണ്. അത് നമ്മളെ ഇൻറ്റീരിയറിനോട് യോജിക്കുന്ന രീതിയിൽ ആവശ്യത്തിന് ലൈറ്റിങ് റിഫ്ലക്ഷൻ കിട്ടുന്ന രീതിയിലൊക്കെയുള്ള കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ സൈഡിലായിട്ടാണ് TV സ്പേസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത്. നമ്മൾ അറിയുന്ന രീതിയിലുള്ള 2 ബെഡ്റൂമുകളാണിത്. 9x9 സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂം ആവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡബിൾ കോട്ട് കട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അലമാരയ്ക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് കൊടുത്തിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ബെഡ്റൂം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വാള് കുറച്ചുകൂടി ബ്രൈറ്റ് കളറായിട്ടുള്ള ഓറഞ്ചിൻ്റെ ഡയറക്റ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 2 ക്രോസ് വെന്റിലേഷൻ വിൻഡോസാണ് ഇവിടെ വരുന്നത്. 3 പാളികളുള്ളത്. 3നും എല്ലാ ലൈറ്റിങ്ങും എയറും എല്ലാം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു സംവിധാനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കർട്ടൻ ആണെന്നുണ്ടെങ്കിലും നോക്കുമ്പോൾ ഈ പെയിൻറ്റിനോട് ഈ റൂമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. ഈ റൂം മുഴുവനായിട്ടും ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ബെഡ്ഷീറ്റ് പോലും ആ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. MDF യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കട്ടിലാണ് ഇത്. അതും ബിൽഡിംഗ് ഡിസൈനേഴ്സ് തന്നെയാണ് എല്ലാ ഫർണിഷിങ്ങും നടത്തിയിട്ടുള്ളത്. മറ്റേ ബെഡ്റൂം ഗ്രീൻ കളറാണ് അതിൻ്റെ തീം കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കർട്ടൻസും ബെഡ്ഷീറ്റും എല്ലാം ഇതേപോലെ തന്നെ 9x9 തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണത്. ഗ്രീൻ കളറാണ് അതിൻ്റെ തീം വരുന്നത്. ഇതേപോലെ തന്നെ ഫാൾ സീലിംഗ് കൊടുത്ത് ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ലൈറ്റിങ്ങും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ശ്യാംലാലിന് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ അവിടെ ഉണ്ട്.
ഹാളിനും ബെഡ്റൂമിനും സിറ്റ് ഔട്ടിനും എല്ലാം സെയിം ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെട്രിഫൈഡ് ടൈലാണ്. ബ്ലാക്ക് ബീഡിങ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ. ലൈറ്റ് കളർ ഫ്ലോറിങ്ങും ലൈറ്റ് കളർ പെയിൻറ്റിങ്ങും കുറച്ചുകൂടി ലൈറ്റ് റിഫ്ലക്ഷനും എല്ലാം ഈ വീടിന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും ഏറ്റവും ഉപയോഗപ്രദവുമായ ഒരു ഭാഗമാണ് അടുക്കള. ഇവിടെ നമുക്ക് കാണാം ഒരു എൽ ഷേപ്പിലുള്ള സ്ലാബാണ് അടുക്കളയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഫാൾ സീലിംഗ് കൊടുത്തിട്ട് 2 ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സ്ലാബിൻ്റെ അടിയിലായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ചെറിയൊരു ഡിസൈൻ വർക്ക് വരുന്ന കുറച്ച് റാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ തന്നെ ഗ്ലാസ് വരുന്ന രീതിയിൽ കുറച്ച് പാത്രങ്ങളും അത്യാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും വെക്കാവുന്ന രീതിയിൽ ഒരു കുടുംബത്തിന്, ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ ഒതുങ്ങുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയിൽ. എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഭാവിയിലേക്ക് ഫ്രിഡ്ജിനാണെന്നുണ്ടെങ്കിലും ഏത് മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനുള്ള എല്ലാത്തിനുള്ള സൗകര്യവും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് ഭാഗങ്ങളിലെ പോലെയല്ല ഇവിടെ കിച്ചണിൽ ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ ഗ്രിപ്പ് വരുന്ന ഒരു തരം ടൈലാണ്. മറ്റു ഭാഗങ്ങളിലും കൂടുതൽ വെള്ളവും മറ്റും ആവുന്നത് കൊണ്ടാണ് ഇവിടെ കുറച്ച് ഗ്രിപ്പുള്ള ടൈപ്പ് കൊടുത്തിട്ടുള്ളത്. കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു 3 പാളി ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുപ്പ് വെക്കുന്നതിന് സൗകര്യപ്രദമായ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു അടുക്കള ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള പൈപ്പ് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൻ്റെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയും മറ്റും എല്ലാം കളേഴ്സും യോജിക്കുന്ന രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് KV മുരളീധരൻ്റെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന ഈ സ്ഥാപനത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ജോലിക്കാരുടെയും പ്രവർത്തനവും അവരുടെ സഹായ സഹകരണങ്ങളും ഒത്തുചേർന്നിട്ടാണ് ഈ വീട് സാക്ഷാത്കരിക്കപ്പെട്ടത്. അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പെട്ടെന്നാണ് ഞങ്ങൾ യുവതാര എന്ന ക്ലബ്ബ് ചിത്രേച്ചീൻ്റെ അടുത്ത് പോയ ന്യൂസ് വായിച്ചിട്ട് മുല്ലേട്ടൻ ഞങ്ങൾക്ക് വീട് ചെയ്തു തരാമെന്നുള്ള ഓഫർ ചെയ്തത്. പെട്ടെന്ന് തന്നെ അതിനൊരു സന്തോഷം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടും കൂടില്ല. കുറേ കാലം ഇങ്ങനെ ഒരു മുറിയിൽ കഴിഞ്ഞതിൻ്റെ അത് പോയി ഒരു സ്വാതന്ത്ര്യം ലഭിച്ച പോലെ തോന്നുന്നു. പാട്ട് തുടർന്ന് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ചിത്രേച്ചീൻ്റെ അനുഗ്രഹത്തോടെ തുടങ്ങാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന ഞങ്ങളുടെ സ്ഥാപനം ഒരു പുതിയ ചുവടുവയ്പ് കൂടി നടത്തിയിരിക്കുകയാണ്. ശ്യാംലാൽ എന്ന ബാലഗായകന് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളിലൂടെ സാധിച്ചു. ഈ വീട് 600 സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന ഒന്നാണ്. ഫർണിഷിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, പെയിൻറ്റിങ്ങും ഫർണിഷിങ്ങും എല്ലാം ഉൾപ്പെടെ 10 ലക്ഷം രൂപയോളം ഈ വീടിന് ചിലവായിട്ടുണ്ട്. ഈ വീട് സാക്ഷാത്കരിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മുരളിയേട്ടൻ, അവരുടെ സഹപ്രവർത്തകർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. താരാപദം ചേതോഹരം പ്രേമാമൃതം
പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ.